ഈ FCRA വരുമ്പോൾ ഈ ഇത്തരം ദേവാലയങ്ങൾ കൃത്യമായി കണക്ക് കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് ഏറ്റെടുത്തൊരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഏൽപ്പിക്കും. ഒരു റിസീവർ ഭരണം പോലെ. യെസ്. അപ്പോൾ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ആ പള്ളിയിലെ ആളുകൾ തന്നെയാണ്. ഇപ്പം യാക്കോബായ സഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളുള്ളൊരു പള്ളി എടുത്തിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഏൽപ്പിക്കുമ്പോൾ ആരെയായിരിക്കും ഏൽപ്പിക്കുന്നത്? യാക്കോബായ സഭക്കാരനെ ആ സഭക്കാരുമായി ബന്ധപ്പെട്ട ആളിനെ ഏൽപ്പിക്കാൻ പറ്റും. അതുവരെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആരാണ്? ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ഓർത്തഡോക്സുകാരാണ്. അവർക്കവിടെ അധികാരം നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ചില ഇഷ്യൂസ് അതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു FCRAയുടെ ഗുണഭോക്താക്കളാണ് ഈ ക്രൈസ്തവ സഭകളെല്ലാം അതിൻ്റെ ഗുണഭോക്താക്കളാണ്. ഇതിൻ്റെ കണക്ക് ചോദിക്കാൻ പറ്റില്ല, ഞങ്ങൾ കണക്ക് തരാൻ തയ്യാറല്ല, ഞങ്ങളുടെ മതവിശ്വാസം വ്രണപ്പെടും, അത് തൽക്കാലം ഒന്നും ചെയ്യാനില്ല, വ്രണപ്പെടട്ടെന്ന് വിചാരിക്കാനേ ഒക്കത്തുള്ളൂ. വ്രണപ്പെട്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ച് പുരട്ടി വ്രണമില്ലാതാക്കുക അല്ലാതെ ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ് ധീരമായൊരു തീരുമാനമെടുത്താൽ, നിയമപരമായൊരു തീരുമാനമെടുത്താൽ അതിന് വഴങ്ങിയേ പറ്റൂ.